24 തന്നെ ബനു ഇസ്രായേൽ 12, ബനു ഇസ്മായിൽ 12, 12 കൂട്ടിയാൽ 24. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് ബനു ഇസ്മായിലിനെയാണ്. അവർക്ക് നേരത്തെ അല്ലാഹു തആല എല്ലാ അമ്പിയാക്കളെയും കൊടുത്തു. പക്ഷേ അമ്പിയാക്കന്മാരെ കൊലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നെ ബനു ഇസ്മായിൽ എത്ര നാശമായിട്ടും നന്മ നിലനിന്നു. ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത ആളുകൾ, നുബുവത്ത് നബി ആരാണെന്ന് നോക്ക്, ഖുർആൻ ഏതോന്ന് അറിയാത്ത ആളുകൾ, ഒന്ന് എണ്ണിക്കളി, ഒരാളെ പേര് പറയും. ജീവിതത്തിൽ ശിർക്ക് ചെയ്യാ, നബി വരുന്നതിന് മുമ്പന്നെ ശിർക്ക് ചെയ്യാതെ മക്കയിൽ ജീവിച്ച ആളുകൾ ഒന്ന് പറയാൻ കഴിയോ? ഒരാളെ പറയാം പറഞ്ഞത് ധൈര്യമായിട്ട് പറയാതിരിക്കണ ആര്? സയ്യിദത്തുനാ വ ഉമ്മുനാ ഖദീജത്തുൽ കുബ്രാ. അതൊരു മുതല. അല്ലാഹുവിന്റെ ബർക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ പറ മോനെ, ഖദീജയുടെ ബർക്കത്തിന്റെ 1% കിട്ടി നമ്മൾ രക്ഷപ്പെടും. അവരെ വീട്ടിൽ നിന്ന് 9 മുഴ കഅബാലയത്തിലേക്ക് ശിർക്ക് ചെയ്തിട്ടില്ല, ഒരു ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തുസമ്മ ത്വാഹിറ, മക്കക്കാര് ത്വാഹിറ എന്നാ പേരിട്ടത്. ആർക്ക്? ഖദീജ. മക്ക ഫതഹിന് വന്നു, കഅബാലയത്തിലേക്ക് കയറി, മത്താഫിലേക്ക് കയറി, കയ്യിലുണ്ടായ കൊടി ഒരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടി നാട്ടാൻ. അപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുക, നിങ്ങൾ എന്ത് കൂടെ ഉണ്ടെങ്കിലും ഞാൻ പറയുള്ളൂ, നമുക്ക് തോന്നുക ഭാര്യയോടുള്ള ഇഷ്ടമായിരിക്കുന്ന. ഒരിക്കലുമല്ല, അതൊരു ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഭാഗം എന്താ അറിയും? ഈ കൊടിക്ക് കാരണക്കാരി ഖദീജയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഹുവൈലിദ് ശിർക്ക് ചെയ്തിട്ടുണ്ട്, ആരില്ല? ഖദീജയില്ല, ഇല്ല. അതിന് കാരണമുണ്ട്. മുവഹിദാണ് ഉസ്താദ്. അതാരാ? വറക്ക മുവഹിദ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വറക്ക ഇബ്നു നൗഫൽ ഇബ്നു അസദ്, ഖദീജ ബിൻത് ഖുവൈലിദ് ഇബ്നു അസദ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. ഖദീജ ബിയുടെ വാപ്പയാരാ? ഖുവൈലിദ്. ആരെ മകൻ? അസദിന്റെ. വറക്കയുടെയോ? വറക്ക ഇബ്നു നൗഫൽ ഇബ്നു അസദ്. മനസ്സിലായില്ലേ? വറക്കയുടെ ബാപ്പയായ നൗഫലിന്റെ ബാപ്പയാണ് അസദ്. ഖദീജ ബീവിയുടെ ബാപ്പയായ ഖുവൈലിദിന്റെ ബാപ്പയാണ് അസദ്. അപ്പോൾ നൗഫലും ഖുവൈലിദുമോ ഏട്ടനും അഞ്ചനും? ഒന്ന് അനുജന്റെ മകൾ, ഒന്ന് ഏട്ടന്റെ മകൻ. നിങ്ങളിന്റെ കൂടെ ഇല്ല. അവരാരാ? മുതബഹിറ ഇൽമിൽ ഭയങ്കര അറിവാ. ആർക്ക്? വറക്ക വെളുത്ത കുപ്പായമിട്ട് പരലോകത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വറക്ക സ്വർഗാവകാശിയാകാനാണ് കൂടുതൽ സാധ്യത. വറക്ക ബിഷപ്പ. ഓർത്തഡോക്സ്, സിറിയാക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ മക്കയിലെ ബിഷപ്പായിരുന്നു. ആര്? വറക്ക. കൃത്യമായ ചരിത്രം ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായി. മനസ്സിലായില്ലേ? എന്ന് ആദ്യമായി ഹബീബായ നബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വറക്ക. ഓതി കൽപ്പിച്ചു. ഭാര്യക്ക് ഓതി കൽപ്പിച്ചതിന് ശേഷം പിന്നെ ഓതി കൽപ്പിക്കണ വറക്ക. അപ്പോൾ വറക്ക എന്ത് പറഞ്ഞു? ജിബ്രീലിന്റെ രൂപമൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത അതേ മലക്ക് തന്നെയാണിത്. മനസ്സിലായില്ലേ? ഫഖദ് അഖ്റജക ഖൗമുക്ക്, നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും. അപ്പം മുഖരിജിയ ഇന്നവർ പുറത്താക്കും. ഇത് പറഞ്ഞു വന്നവരെ എല്ലാവരും പുറത്താക്കിയിട്ടുണ്ട്. സ്വഭാവം അങ്ങനെയാ. ഇന്നിപ്പോൾ നമ്മളെ പുറത്താക്കണില്ലെങ്കിൽ നമ്മൾ പറയില്ല എന്നതിന് വേന.
നമ്മൾ സുഖിപ്പിക്കണ വർത്താനം പറഞ്ഞാൽ ആരും പുറത്താക്കൂല, ദീൻ പറഞ്ഞാൽ പുറത്താക്കും. ജുമാക്ക് വരെ ആരും കാണാതെ പോയാണ് മെല്ലെ തിരിച്ചു വരേണ്ടി വരും, നല്ല മൂല്യരാണെങ്കിൽ. പ്രത്യേകിച്ച് ആഖിർ സമാനിൽ യഖ്തഫിൽ മുഅ്മിനു ഫീഹിം കൽ മുനാഫിഖി ഫീകും എന്ന് മുഹമ്മദ് മുസ്തഫ. ചിലരെ പറ്റി പറയല്ലോ, ഒരു തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കൂല. തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കാതിരിക്കൽ എണ്ണിമാൻ്റെ സ്വഭാവം. ആണുങ്ങൾ തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കും. ഇനി എണ്ണിമാനെന്ന് അറിയാം, തൊള്ളിയിൽ വിരലിട്ടാലും കടിക്കൂല. ഇനി അമ്മായി എന്ന് പറയാം, എണ്ണിമാനെന്ന് അറിയാം. ആണാണെങ്കിൽ എണ്ണിമാനെന്ന് അറിയും, പെണ്ണാണെങ്കിൽ അമ്മായി എന്ന് പറയും. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ വിരലിട്ടാലും കടിക്കും, വിരലിട്ടിലും കടിക്കും. മനസ്സിലായോ? കാര്യം പറഞ്ഞാൽ പുറത്താക്കും. അവിടുന്ന് മാറിപ്പോൾ തിരിച്ചു വരാം. എന്നെ പുറത്താക്കു ചോദിച്ചു. ആദ്യം തന്നെ വറക്ക പറഞ്ഞത് എന്താ പറയും മനുഷ്യന്മാരെ? ആദ്യം തന്നെ വറക്ക നബി ആയത്തോതി കേൾപ്പിച്ചപ്പോൾ എന്തേ പറഞ്ഞു? നിങ്ങളെ ഈ നാട്ടുകാർ പുറത്താക്കുന്നു. എന്നെ പുറത്താക്കി വെച്ചു. പുറത്താക്കുന്നു പറഞ്ഞു. കാരണം ഈ ജാതി സത്യം ആര് പറഞ്ഞാലും പുറത്താക്കും. എല്ലാവരും പുറത്താക്കിയാണ്. നിങ്ങളെ പുറത്താക്കുന്നു. അന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ തടയും. അന്ന് ഞാൻ ഉണ്ടാവില്ല എന്നർത്ഥം. ആ ആഴ്ച മരിച്ചു. 610 ഹബീബായ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ട് പിറ്റേത്തെ ആഴ്ച അടുത്ത തിങ്കളാഴ്ച നുബുവത്ത് കിട്ടുന്നത്. അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ വറക്ക മരിച്ചു. വറക്ക ബിൻ നൗഫൽ മരിച്ചു. അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് റസൂലുള്ളാഹിക്ക്. അദ്ദേഹം ആരാ? ക്രിസ്ത്യാനി ബിഷപ്പ്, പക്ഷെ മുവഹിദ, ഏകവിശ്വാസിയ. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിലൊരു മുവഹിദ് ഉണ്ടായിരുന്നു, സെയ്ദ്. മനസ്സിലായില്ല? ഒരു സെയ്ദ് ഉണ്ടല്ലോ, പിന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. ആ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം ശിർക്ക് അംഗീകരിക്കാൻ കഴിയാതെ നാടുവിട്ടു. സിറിയയിലെത്തിയപ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതനെ കണ്ടു. അപ്പോൾ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, നബി വരാനായി, മക്കയിലേക്ക് പോകൂ. മക്കയിൽ ചെന്നാൽ നബിയെ കാണാം. അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചോടിയപ്പോൾ പകുതി വഴിയിൽ വെച്ച് മരിച്ചു. അപ്പോൾ മരിക്കാൻ നേരത്ത് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ദുആ ചെയ്തു. ഈ ദുആ ഇബ്നു സഈദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ദുആ? റബ്ബേ, നബിയെ കാണാൻ വേണ്ടി ഞാൻ നാടാകെ ഓടി, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്റെ മകനെയെങ്കിലും ഫജഅൽഹു മുഖറബാ, ആ നബിയുടെ മുഖറബാക്കണമേ എന്ന് ദുആ ചെയ്തു. ആര്? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ മരിച്ചു. സെയ്ദിന്റെ മകനാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മിനൽ അശറത്തിൽ മുബശ്ശറ. സഈദ് സുബൈർ മുഖറബനെയാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിന്റെ അവസാനത്തെ ദുആയാണ് എന്ത്? എനിക്കോ നബിയെ കാണാൻ കഴിഞ്ഞില്ല, പിന്നെ എൻ്റെ മകനെ ആ നബിയുടെ മുഖറബാക്കണമെന്ന് ദുആ ചെയ്തു. ആര്? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദിന്റെ മകനാണ് ആര്? സഈദ്. അറിയില്ലേ? മനസ്സിലായില്ല? ഉണ്ടല്ലോ. സഈദിൻ സുബൈരിൻ ത്വൽഹാത്തിൻ വഅബീ عبيدات وبنياء في العشير الكرمي يا ربي بالمصطفى واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. അതാണ് ആ സഈദ്. ആ സഈദ് ആരെ മകനാ? സെയ്ദിന്റെ മകനാ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അവരാരാ? ഹനീഫ് എന്നൊരു ജനതയുണ്ട്. അവരെ ബാപ്പ സയ്യിദ്ന ഇബ്രാഹിമാണ്. ഹനീഫ് എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ട ആളാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. അവരിലേക്ക് ചേർന്നവരൊക്കെ ഹുനഫ എന്ന പേരിൽ അറിയപ്പെടും. അവരിൽ മുനാഫിഖ് ഉണ്ടാവില്ല. ഹുനഫായിൽ, മുസ്ലിമിൽ മുനാഫിഖ് ഉണ്ടാവും, ഹുനഫായിൽ ഉണ്ടാവില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. ഹുനഫാക്കളിൽ മുനാഫിഖ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ ഹുനഫാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഹുനഫായിൽപ്പെട്ട ഒരാളാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ല. ആര്? ശിർക്ക് ചെയ്തിട്ട് തെളിയിച്ച അന്ന് ഈ പണി റഹ്മത്തുള്ളാഹി നിർത്തും. ശിർക്ക് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ല. ആര്? അബ്ദുൽ മുത്തലിബ് ശിർക്ക് ചെയ്തിട്ടില്ല. തവാഫ് ചെയ്യുന്നതിനിടയിൽ വീണുപോയി.
പിന്നെ ശ്വാസം മുട്ടി, അതിലാ മരിച്ച്. അബ്ദുൽ മുത്തലിബൊക്കെ ഒരാളാ. ഒരു അഭിപ്രായം 140 വയസ്സിലാ മരിക്കണത്. എത്ര 140 വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് മരിക്കണത്. ഒക്കെ ഒരു മുതല, വലിയ ആളാ. ജീവിതത്തിൽ ഒരു ശിർക്ക് ചെയ്തിട്ടില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹാ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് എന്നവർ ഇവരൊന്നും ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടേയില്ല. ഹുബാൽ വിഗ്രഹത്തിനെ വലിച്ചണ്ടിട്ടിട്ട് കളച്ചു. അപ്പോൾ മക്കക്കാർ തല്ലാൻ വന്നു. അപ്പോൾ ദ്വാർന്നു, റബ്ബേ എനിക്ക് 10 കുട്ടികളെ തന്നാൽ ഒരു കുട്ടിനെ ഞാൻ ഇറക്കും നിന്റെ മാർഗത്തിൽ. ഏതാ ഹുബാൽ വിഗ്രഹം? ഹുബാൽ വിഗ്രഹത്തെക്കാൾ വലിയൊരു വിഗ്രഹം മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഹുബാലിനെ പറ്റി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, മണിയായി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഹുബാലിനെ ഒരാൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയില്ല. നല്ലപോലെ ചിന്തിക്കണം, പഠിക്കണം. തലയെ കെട്ടിയിട്ട് നടന്നാൽ പോരാ, പഠിച്ചുണ്ടാക്കണം. ഏറ്റവും വലിയ വിഗ്രഹമാണ് ഏത്? എന്താ ഹുബാൽ, ലബാൽ, ലാത്തയുടെയും ഉസ്സയുടെയും ഭർത്താവാണ് ബാല്. ലാത്ത ഉസ്സയും പെണ്ണാണ്, ഹുബാലോ ആണാണ്. മനസ്സിലായില്ല? ലാത്തയും ഉസ്സയും ആരാ? ഒന്ന് വീനസ്, ഒന്ന് അഥീന. റോമക്കാരുടെയും ഗ്രീക്കുകാരുടെയും ദേവതകളായ വീനസും അഥീനയുമാണ് ആര്? ലാത്തയും ഉസ്സയും. ഈ 2 പെണ്ണുങ്ങൾക്ക് ഒരു ഭർത്താവാണുള്ളത്. ആര്? ബാല്. ബാല് എന്ന് പറഞ്ഞാൽ ബാലിനെ ഒന്ന് പരത്തി നോക്കി, ഒന്ന് വലിക്ക്, ബാലിനെ വലിക്ക്. ബാലിനൊന്ന് വലിച്ചാളാ, വലിക്ക്, ബാലിനൊന്ന് വലിക്കടോ, ബാലിനെ വലിക്കടോ. ബാലിനെ വലിച്ചാൽ ബാലാവും. എന്താ ബാല് പറഞ്ഞാൽ? ഭർത്താവ്. വലിയ പടച്ചോനായപ്പോൾ ദൈവനാമത്തിലെ സൂചനാനാമങ്ങളിൽ, ദൈവത്തിന് കൊടുക്കുന്ന സൂചനാനാമങ്ങളിൽ ഏറ്റവും വലിയ സൂചനാനാമമാണ് അറേബ്യക്കാർക്ക് എദ്ദികൾ കയറ്റി. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഹൂനെ എവിടേക്കാണ് കയറ്റി? ബാല്യ കയറ്റി. അപ്പോൾ ഭർത്താവായ വലിയ ദൈവം ഇതാണ് ആര്? ഹുബാൽ. റോമക്കാരുടെ ജൂപ്പിറ്റർ, ഗ്രീക്കുകാരുടെ സ്യൂസ്. സെഡ് തുടങ്ങുന്ന ഒരുപാട് സാധനം ലോകത്തിൻ്റെ, അത് മുഴുവനും ഇയാളുമായി ബന്ധപ്പെട്ടതാണ്. ഇയാളാണ് ലോകത്തെ ഏറ്റവും വലിയ ദൈവം. ആരാ? സ്യൂസ്. സ്യൂസിനേക്കാൾ വലിയ ദൈവം ലോകത്തില്ല. മുശ്രിക്കുകൾക്കിടെ കൊണ്ടുവരുന്ന ദൈവങ്ങളിലെ ഏറ്റവും വലിയ ദൈവമാണ് ആര്? സ്യൂസ്. അതാണ് ഹുബാൽ. എന്നെ വലിച്ചിട്ടു ആര്? അബ്ദുൽ മുത്തലിബ്. അവരെ തോണ്ടിയപ്പോൾ മക്കാര് ഏറ്റവും വലിയ ദൈവത്തിനെ വലിച്ചിട്ട് മക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു, റബ്ബേ, ഒരാളാണെങ്കിൽ വലിച്ചിടുവോ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് സംസം കിണറിന്റെ മുകളിൽ വെച്ചിരുന്നതാണ് എന്ത്? ഹുബാലിന്റെ വിഗ്രഹം. അത് വലിച്ചിട്ടു. അവിടുന്ന് 3 ദിവസം സ്വപ്നം കണ്ടു. ആര്? അബ്ദുൽ മുത്തലിബ് എന്നവര്. അപ്പോൾ സംസം കിണർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ വിഗ്രഹത്തിന്റെ സ്ഥലമാണത്. വലിച്ചിട്ടു, കളച്ചപ്പോൾ മക്കാർ ഓടി വന്നു. പറ്റൂല. അപ്പോൾ പറഞ്ഞേ, തൊട്ടകരുതിക്കൊള്ളു. എന്നിട്ട് ദുആ ചെയ്തു, റബ്ബേ, എനിക്ക് 10 കുട്ടികളെ നീ തന്നാൽ ഒന്നിന് ഞാൻ നിന്റെ മാർഗത്തിൽ അറക്കും. 10 കുട്ടികളുണ്ടായി. അതിലെ കുട്ടിയാണ് ആര്? അബ്ദുള്ള. പ്രായപൂർത്തിയായപ്പോൾ 20 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബിന് ഓർമ്മ വന്നു. അറക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യുവാവായ അറക്കാൻ തീരുമാനിച്ചു. അപ്പൊ മക്കാർ തടഞ്ഞു, അറക്കാൻ പാടില്ല. കാരണം നല്ല മനുഷ്യനാണ് ആര്? അബ്ദുള്ള. തർക്കായി. അറക്കും ഞാൻ. മനസ്സിലായില്ലേ? അറക്കും തീരുമാനമായി, അറക്കും. ആളുകൾക്കറിയാം അബ്ദുൽ മുത്തലിബ് പറഞ്ഞാൽ അറക്കും. അവസാനം തർക്കം പരിഹരിച്ചു. ഒരാളെടുത്ത് പോയിട്ട് അയാൾ പറഞ്ഞു, നറുക്കിട്ട് ഒട്ടകങ്ങളെ കൂട്ടി കൊടുക്കുക. 10 ഒട്ടകം അബ്ദുള്ളയും. നറുക്ക് അബ്ദുള്ളക്കാണെങ്കിൽ പിന്നെ 20 ഒട്ടകവും അബ്ദുള്ളയും, പിന്നെ 30 ഒട്ടകവും അബ്ദുള്ളയും, അവസാനം 100 ഒട്ടകവും അബ്ദുള്ളയും ഇട്ടപ്പോൾ ഒട്ടകത്തിന്റെ പേര് പൊന്തിയൊന്നു. അപ്പൊ പിന്നെ 100 ഒട്ടകത്തിനെ അറക്കാമെന്നായി. അബ്ദുള്ളനെ ഒഴിവാക്കി.
ഹബീബാനും മനസ്സിലായില്ല, അറക്കാൻ തീരുമാനിച്ചതാ. റസൂലുള്ളാഹി പറഞ്ഞിരുന്ന എന്താ? അനബിനു ദബീഹൈൻ, ഞാൻ അറക്കപ്പെടേണ്ട രണ്ടാളെ മോനാ. ഇസ്മായിലികൾക്കെല്ലാം എന്ത് പറയാ? നഹ്നു ഇബ്നു ദബീഹ്, ഞങ്ങൾ അറക്കാൻ തീരുമാനിച്ച ഒരാളെ മോനാന്ന് പറയാ. എല്ലാ ഇസ്മായിലികൾക്കും പറയാം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്ന റസൂലുള്ളാഹിയോ അറക്കാൻ തീരുമാനിച്ച ഒരാളെ മോനല്ല, രണ്ടാളെ മോനാ. ഇസ്മായിലിന്റെയും അറക്കാൻ തീരുമാനിച്ചതാ അലൈഹിസ്സലാം. പിന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹബീബാ നബിയ അഭിമാനം പറയാ. ഈ ആള് മുശ്രിക്കാണെങ്കിൽ നബി അഭിമാനം പറയും. നിന്റെ കൂടെ ഉണ്ടാ? വളരെ ചിന്തിക്കണം. നമ്മളെ മാനി ബാപ്പാനെയൊക്കെ പുറത്തു കൊടുത്താണ് അള്ളാഹു സ്വർഗത്തിലാക്കുക. റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പയൊക്കെ നരകത്തിലും കിടക്കുക. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ മനുഷ്യന്മാർ? അല്ല, റസൂലുള്ളാഹിക്കോ ഇവിടെ സോഫ ഓർത്തുവയ്ക്ക റബ്ബുക്ക. അർത്ഥം വെക്കയുടെ ചെങ്ങായിമാരെ കുറെ കാലമല്ല തല കെട്ടി നടക്കണം. അർത്ഥം വെക്കട എങ്ങായിന് വല സോഫ യോർത്ത്, അർത്ഥം വെക്കട എങ്ങായിന് വല സോഫ യോർത്തുവയ്ക്ക, വല സോഫ യോർത്തുവയ്ക്ക. അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തരും. എന്ത് തരും? ഫത്തറുള്ള, അപ്പം നിങ്ങൾക്കണ്ട് തൃപ്തിയാവും, അവരെ തരും. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പയും അപ്പോൾ പറഞ്ഞു വലാ അർളാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്ത് കിടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അമ്മയും ബാപ്പയോ ഓന് നരകത്ത് കിടന്നോട്ടെ. ഏയ് അയ്യയ്യ, പോത്തിൻ്റെ അത്ര വലിപ്പുണ്ടല്ലോ മനുഷ്യന്മാർ. ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കണ വഹാബികൾക്ക് എത്ര വലിപ്പുണ്ടടാ നിങ്ങളൊക്കെ. എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും അള്ള പുറത്തു കൊടുക്കും. റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പയും എവിടെ കിടക്കും? അയ്യ, ഇത് പറയാൻ പറ്റുമോ? കോമൺസ്. റസൂലുള്ളാഹിക്ക് അള്ളാഹു എന്ത് കൊടുക്കുന്ന, എന്ത് കൊടുക്കുന്ന, എന്ത് കൊടുക്കുന്ന, എന്തെന്ന് പറഞ്ഞോ? പറയട കുട്ടി, എന്തെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് എന്താണോ തൃപ്തി അതെല്ലാം നല്ലേ. അതിന്റെ അർത്ഥം ദായത്തല്ലേ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. അബൂ ത്വാലിബ് പോലും പരലോകത്ത് രക്ഷപ്പെടുമെന്ന് അനവധി ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടു. ഒമിൻഹും അൽ ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തിയുടെ വീക്ഷണം അബൂ ത്വാലിബ് രക്ഷപ്പെടുന്നതാണ്. കാരണം മുത്തനബിയെ സംരക്ഷിച്ച ആളാണ്. മനസ്സിലായില്ല? ചിന്തിക്കാതിൻ്റെ അല്ലാഹു അവരുടെ ഹക്ക് ജാ ബറക്കത്തുണ്ട്. ഹബീബ റസൂലുള്ളാഹിന്റെ ഹക്ക് ജാ ബറക്കത്തുണ്ട്. അവിടുത്തെ കുടുംബത്തിൻ്റെ ഹക്ക് ജാ ബറക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പോൾ റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ വേണം. പുതിയ കാലഘട്ടത്തിൻ്റെ രീതികളിൽ പഠിക്കണം. റസൂലുള്ളാഹിനെ പഠിക്കണം. പഴയ രീതികൾ പഠിക്കണം, പുതിയ രീതികൾ പഠിക്കണം. എത്ര പഠിച്ചാലും തീരൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ എത്ര പഠിച്ചാലും തീരൂല. ഹബീബായ